കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗം ആദരിക്കാൻ ഏത് തരത്തിലും ഷാഫി പറമ്പിലിന് സാധിക്കില്ല. അതുകൊണ്ട് എവിടെ നിന്നാണ് ഓടിയെത്തും അല്ലേ? ഓടിയെത്തണമല്ലോ. കഴിഞ്ഞൊരു 14 വർഷമായിട്ടുള്ളൊരു ശീലമാണ്. തീർച്ചയായിട്ടും അത് ഇനിയും മുടങ്ങരുത് തന്നെയാണ് ആഗ്രഹം. ലോകത്ത് എവിടെയാണെങ്കിലും ഈ 3 ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ എത്തണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്, ഒരു ഇഷ്ടമാണ്. മുൻപൊക്കെ എല്ലാ ദിവസവും എല്ലാ സമയവും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എല്ലാ സമയം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ നടക്കുന്നത്. എന്നാലും ഇവിടെ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം ആ തിരക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ. ഒരിക്കലും മറക്കാൻ കഴിയില്ല. കൽപ്പാത്തിക്ക് എപ്പോൾ വരുന്നതും ഒരു സന്തോഷമാണ്. ഈ തിരക്കിൽ അതിങ്ങനെ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം വന്നപ്പോഴും പറഞ്ഞു ഭയങ്കര തിരക്കാണ്. ഈ വർഷം അതിനേക്കാൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും കൂടും. കാരണം കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒരു പേരും പെരുമയും ഒക്കെ അത് അതിർത്തികളും അതിരുകളും ഒക്കെ ലംഘിച്ച് ഇങ്ങനെ വർഷം കൂടുന്തോറും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ദേശീയോത്സവം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ എല്ലാവിധ അതിർത്തികളെയും അതിരുകളെയും ലംഘിച്ചെന്ന് തന്നെ ഞാൻ പറയും. ആളുകൾ ഒഴുകിയെത്തുകയാണ്. വിശ്വാസപരമായ എല്ലാ ചടങ്ങുകളും അതിൻ്റെ വൃത്തിക്ക് തന്നെ നടക്കുന്നു. ഒപ്പം ഈ ഉത്സവത്തിൻ്റെ ഭാഗമാവാൻ ആളുകൾ ഒഴുകിയെത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്ഥാനാർത്ഥിയായി വന്നിട്ടാണ് ശരിക്കിത് അടുത്ത് അറിയാൻ തുടങ്ങിയത്. പിന്നെ അവിടുത്തെ MLA ആയി. അപ്പോൾ ഇവിടെ ചെയ്യാൻ കുറേ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചു. അത് കുറേയൊക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷമാണ്, ചാരിതാർത്ഥ്യമാണ്, അഭിമാനമാണ്. എന്താണെങ്കിലും എല്ലാവർക്കും കൽപ്പാത്തിയുടെ ഒരു ആശംസകൾ എല്ലാവർക്കും നേരാം. കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഈ തിരക്കിൽ അലിയാൻ എത്തിയവർക്കും ഇതിനെ വീടുകളിൽ നിന്ന് കാണുന്നവർക്കും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ രഥോത്സവ ആശംസകൾ. ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലാണ് കൽപ്പാത്തിയുടെ രഥോത്സവത്തിന് ഈ തിരക്കിനിടയിൽ എത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവച്ചത്. അഖിലോട്ട് പറഞ്ഞപ്പം CV അനുമോദ്, ന്യൂസ് 18.